ഹായ് എവരി വൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ എൻ്റെ അമ്മച്ചി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അതേ രീതിയിലുള്ള ഒരു ഫിഷ് പിക്കിളാണ് ഉണ്ടാക്കുന്നത്. അതിന് എടുത്തിരിക്കുന്നത് 1 കിലോ കിങ് ഫിഷ് ആണ്. ഏകദേശം 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ക്യൂബ്സ് ആയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെയുള്ള പീസസ് ആണ് വാങ്ങിച്ചത്, പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞു വേണം എടുക്കാൻ. ഇനിയും മീനിൽ പുരട്ടാനുള്ള മസാലയാണ് എടുക്കുന്നത്. അതിന് എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഇത് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ്. 1/2 ടീസ്പൂൺ കടുക് പൊടിച്ചത്. പിക്കിളിൽ കടുക് പൊടിച്ച് ചേർക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ മീനിൽ കടുക് പൊടിച്ച് ചേർക്കുന്നത് കൊണ്ട് പിക്കിളിന് ടേസ്റ്റും കിട്ടും. അതുപോലെ തന്നെ മീനിന് എന്തെങ്കിലും അരുചിയുണ്ടെന്ന് വരിയിൽ അത് മാറിക്കിട്ടുകയും ചെയ്യും. 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, വിനീഗർ ചേർത്ത് മിക്സ് ചെയ്താണ് ഞാൻ മീനിൽ പുരട്ടുന്നത്. മീനിലേക്ക് പൊടികൾ ഇടുന്നതിന് പകരം ഇതുപോലെ കുഴച്ച് ചേർക്കുകയാണെന്ന് വരികിൽ മീനിൽ പുരട്ടാൻ വളരെ എളുപ്പമാണ്, പൊടിഞ്ഞു പോവുകയുമില്ല. മീനിൽ അരപ്പ് പുരട്ടി അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വറുത്തെടുക്കാവുള്ളൂ. ഇനിയും മീൻ വറുത്തെടുക്കുകയാണ്. ഈ പാനിൽ 1 കപ്പ് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി. ഇനി മീൻ അതിലേക്ക് ഇടുകയാണ്. മീൻ എണ്ണയിലിടുമ്പോൾ സ്വല്പം അകത്തി വേണം ഇടാനായിട്ട്. അപ്പം മറിച്ചിടാനും നന്നായിട്ട് ഒരുപോലെ മൂപ്പിച്ചെടുക്കാനും എളുപ്പമാണ്. മീൻ മൂക്കുന്ന സമയത്ത് അരപ്പ് മൂപ്പിക്കാനുള്ളത് ഞാൻ കുഴച്ച് വെക്കുകയാണ്. അരപ്പിനെടുക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഈ കാശ്മീരി ചില്ലി പൗഡറിന് സ്വല്പം എരിവുണ്ട്, അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ മാത്രം എടുക്കുന്നത്. ഇതും ഞാൻ വിനിഗറിൽ കുഴച്ച് വെക്കുകയാണ്. അരപ്പ് മൂപ്പിക്കുമ്പോൾ മുളക് പൊടി എണ്ണയിലേക്ക് ഇടാതെ ഇതുപോലെ കുഴച്ചെടുത്ത് ചേർക്കുകയാണെന്ന് വരികിൽ മുളക് പൊടി കരിയാതെ വഴറ്റിയെടുക്കാം. ഈ മുളക് പൊടി കുഴയ്ക്കുന്നതിന് 3 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്തിട്ടുണ്ട്. ഇതുപോലെ വിനീഗർ ചേർത്ത് ഈ അരപ്പ് നമ്മൾ കുഴച്ച് ഫിഷ് പിക്കിളിൽ ചേർക്കുകയാണെന്ന് വരികിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മീൻ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇനി കോരിയെടുക്കുകയാണ്. മീൻ മുഴുവൻ വറുത്ത് കഴിഞ്ഞു. ഇനി പിക്കിൾ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഈ പാനിലേക്ക് മീൻ വറുത്ത വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത്. ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണയോളം ഉണ്ട് ഇത്. എണ്ണ ചൂടായി. എണ്ണയിലേക്ക് വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ ഒരു വെളുത്തുള്ളി ഒരു 3-4 പീസസ് ആക്കിയാണ് മുറിച്ച് എടുത്തിരിക്കുന്നത്. തീരെ കനം കുറച്ച് അരിയേണ്ട ആവശ്യമില്ല. ഇഞ്ചി, പച്ചമുളക്. ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റ് വഴറ്റിയാൽ മതി. ഗോൾഡൻ കളർ ആകേണ്ട ആവശ്യമില്ല. മീൻ വറുത്ത എണ്ണയിൽ തന്നെ പച്ചമുളകും ഇഞ്ചിയൊക്കെ വഴറ്റുന്നത് കൊണ്ട് മീനിൻ്റെ ഫ്ലേവറും നമ്മൾ മീനിൻ്റെ അരപ്പിൽ ചേർത്ത ഫ്ലേവറും എല്ലാം ഇതിൽ കാണും. ഇതിലേക്ക് കറിവേപ്പില, ഇഞ്ചി ചതച്ച് എടുത്തത്, വെളുത്തുള്ളി ചതച്ചെടുത്തത്. ഇതിന് പകരം ഗാർലിക് പേസ്റ്റും ജിഞ്ചർ പേസ്റ്റും വേണമെന്ന് വരിയിൽ സ്വല്പം നിങ്ങൾക്ക് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ചതച്ചു അല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റ് ചേർക്കുന്നത് കൊണ്ട് ഫിഷ് പിക്കിളിൻ്റെ ഗ്രേവിയിൽ നല്ല തിക്കായിരിക്കും. ഒരു 5-6 മിനിറ്റ് ഇത് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച അരപ്പാണ് ചേർക്കുന്നത്. മുളക് പൊടിയാണ് ചേർക്കുന്നതെന്ന് വരികിൽ സ്റ്റൗ വളരെ ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം മാത്രമേ പൊടികൾ ചേർക്കാവൂ. മുളക് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് പൊടിച്ചെടുത്തത്, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർക്കുകയാണ്. ഈ അരപ്പ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വിനിഗറാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. വിനീഗർ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കണം. വിനീഗർ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർക്കുകയാണ്. പിക്കിളിൻ്റെ എരിവും പുളിയും ഒക്കെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്.
സ്റ്റൗ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് ആവശ്യത്തിന് ഗ്രേവിയുണ്ട്. ഇത് തണുക്കുമ്പോൾ ഇത് കുറുകും. ഉപ്പ് വേണമെന്ന് വരികിൽ ചേർക്കാം. ഇത് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഈ പിക്കിളിൻ്റെ ചാറ് ഇതുപോലെ കുറുകി വന്നത് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ അരിഞ്ഞ് ചേർത്ത് വഴറ്റിയത് കൂടാതെ അതിൽ കുറച്ച് അരച്ച് ചേർത്തത് കൊണ്ടാണ് ഇതുപോലെ ചാറ് കുറുകി വന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പിക്കിൾ തണുത്തതിന് ശേഷം ഡ്രൈ ആയിട്ടിരിക്കുകയാണെന്ന് വരികിൽ തിളപ്പിച്ചാറിച്ച് വിനിഗറെ ചേർക്കാവുള്ളൂ. പിക്കിൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.